ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡബിങ് കാർണിവൽ. അപ്പം നമ്മളിന്നൊരു പുതിയ ഡ്രാമയാണ് കാണാനായിട്ട് പോകുന്നത്. ഡ്രാമയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ വീഡിയോസൊക്കെ കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും കൂടെ മറക്കണ്ട കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഡ്രാമയുടെ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ ഹീറോയിനെയാണ് കാണിക്കുന്നത്. ഹീറോയിൻ ഒരു ഡബിങ് ആർട്ടിസ്റ്റാണ്. അവയുടെ വോയിസ് എന്ന് പറയുന്ന ഒരു കിട്ടിലൻ വോയിസാണ് കേട്ടോ. മാത്രമല്ല കൊച്ചുകുട്ടികൾ, വലിയ ആൻറ്റിമാർ ഇവരുടെയൊക്കെ വോയിസ് എടുക്കുന്നതിനോടൊപ്പം വേറൊരു സ്പെഷ്യാലിറ്റി കൂടെ അവളുടെ വോയിസ് ഉണ്ടായിരുന്നു. അവൾ മെയിൽ വോയിസും നന്നായിട്ട് പറയുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് അത്യാവശ്യം ഫാൻ ബേസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ മെയിൽ വോയിസ് ഒക്കെ എടുക്കുന്നത് ഇവളാണെന്നുള്ള കാര്യം അധികം ആർക്കും അറിയത്തില്ലായിരുന്നു. അവൾ അങ്ങനെ ഒരു വോയിസ് ഇങ്ങനെ ഡബ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൾക്കൊരു കോൾ വരുന്നുണ്ടായിരുന്നു. വന്നിട്ട് ഞാൻ നിങ്ങൾ എത്ര നേരം ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്, വരുന്നില്ലെന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു അവളും അയ്യോ ഞാൻ ആ കാര്യം മറന്നുപോയല്ലോ, പെട്ടെന്ന് അങ്ങോട്ടൊക്കെ പോകേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഡമ്മിങ്ങൊക്കെ അവസാനിപ്പിച്ചിട്ട് അവൾ നേരെ ഒരു ഹോട്ടലിലേക്ക് പോകുന്നുണ്ടായിരുന്നു. ആ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്നത് ഈ ഹോട്ടലിൽ നമ്മുടെ ഹീറോയിനെ വെയിറ്റ് ചെയ്തിട്ട് ഒരു പെൺകുട്ടിയായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. അവൾ അന്നേരം അവളുടെ വേറെ ഏതൊക്കെയോ ഫ്രണ്ട്സിന് മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തൊരു സൂപ്പർ വോയിസ് അയാളുടേത്. അയാളെപ്പോലെ ഒരാളെ എനിക്ക് ബോയ് ഫ്രണ്ടായിട്ട് കിട്ടുവാണെങ്കിൽ അതായിരിക്കും എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു മെസ്സേജ് ചെയ്തിരുന്നത്. മാത്രമല്ല ഇന്ന് എന്തായാലും ഞാൻ അയാളെ മീറ്റ് ചെയ്യാൻ പോകാലെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവളങ്ങനെ മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അവിടേക്ക് നമ്മുടെ ഹീറോയിൻ വന്നിട്ട് ഹലോ എന്നെ വെയിറ്റ് ചെയ്തിട്ട് കുറേ നേരമായി ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ടും ചോദിക്കുന്നത്. ഇവളാണെങ്കിൽ നിങ്ങൾ ആരെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഹീറോയിൻ ഉടനെ സൗണ്ട് മാറ്റി ആ മെയിൽ വോയിസിൽ എന്നെ നിനക്ക് ഇത്ര പെട്ടെന്ന് മറന്നുപോയോ, എന്നെ ഓർമ്മയില്ലേ ചക്രയെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അവളാണെങ്കിൽ ഈ വോയിസ് എങ്ങനെ നിനക്ക് കിട്ടി, അപ്പോൾ എന്നെ പറ്റിച്ചത് നീയാണോന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു ഹീറോയിൻ അവളോട് ഒരു സ്റ്റോറി പറഞ്ഞിരുന്നത്. ഇപ്പോഴാണ് നിനക്കത് മനസ്സിലായത്. അതെ, ഞാൻ എന്നെ പറ്റിച്ചത് തന്നെയായിരുന്നു. കാര്യം വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ഹീറോയിന് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. അവളുടെ ലവറിനെ ഈ പെൺകുട്ടി തട്ടിയെടുത്തിരുന്നു. അങ്ങനെ ആ കാര്യവും പറഞ്ഞിട്ട്, അതായത് നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ടാണെങ്കിൽ ഹീറോയിനോട് ഒരുപാട് കരഞ്ഞ് വിഷമിച്ച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പെണ്ണിട്ട് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം തന്നെയായിരുന്നു നമ്മുടെ ഹീറോയിൻ ഇതൊക്കെ ചെയ്തിരുന്നത് കേട്ടോ. ഹീറോയിൻ്റെ വോയിസ് കേട്ട് ഈ പെൺകുട്ടി മെസ്സേജ് അയച്ചപ്പോൾ അവൾക്കിട്ടൊരു പണി കൊടുക്കാനായിട്ട് നമ്മുടെ ഹീറോയിനും അതുപോലെയൊക്കെ അഭിനയിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഈ പെൺകൊച്ചിനോട് നീ മറ്റുള്ളവർക്ക് ഇങ്ങനെയുള്ള പണി കൊടുക്കാൻ നിൽക്കുന്ന സമയത്ത് സ്വന്തമായിട്ടും അത് കിട്ടുമ്പോൾ എന്തുമാത്രം വിഷമം വരും എന്നുള്ള കാര്യം കൂടെ ചിന്തിക്കണം. നീ അവളെ ബോയ് ഫ്രണ്ടിനെ തട്ടിയെടുത്തപ്പോൾ അവൾ എന്തുമാത്രം വിഷമിച്ചു എന്നുള്ളത് നിനക്കറിയാമോ? അത് നീ എപ്പോഴും ലൈഫിൽ ഓർമ്മിക്കണമെന്ന് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങനൊരു പണി നിനക്ക് തന്നതെന്നും പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു. ആ പെൺകുട്ടിയാണെങ്കിൽ അവളെ ദേഷ്യം വന്ന് പോകുന്നുണ്ടായിരുന്നു. തിരികെ നമ്മുടെ ഹീറോയിൻ വീട്ടിലേക്ക് വരുന്ന സമയത്തായിരുന്നു നമ്മുടെ ഹീറോയുടെ ബെസ്റ്റ് ഫ്രണ്ടില്ലേ ആ പെൺകുട്ടി വിളിച്ചിട്ട് നീ ഇത് എവിടെയാണ്, നിന്നെ ഞാൻ എത്ര നേരം നോക്കി ഇവിടെ ഇരിക്കുന്നത്, എൻ്റെ ബർത്ത്ഡേ ആണെന്ന്, പാർട്ടിക്ക് എന്താണ് ഇത്രയും ലേറ്റ് ആയിട്ട് വരുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഓ നീ ഒന്ന് മിണ്ടാതിരിക്കും, ഞാനിത് അങ്ങോട്ടേക്ക് തന്നെയാണ് വരുന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു. ആ സമയം അവളുടെ ഫ്രണ്ട് നീ പെട്ടെന്ന് വാ, നിനക്ക് ഇവിടെ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അവളാണെങ്കിൽ എനിക്ക് സർപ്രൈസോ, നിന്റെ ബർത്ത്ഡേക്ക് എങ്ങനെ എനിക്ക് സർപ്രൈസ് കിട്ടാൻ ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ട് നിങ്ങൾ വന്നിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും ഹീറോയിൻ നേരെ ആ ഒരു ഹോട്ടലിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അന്നത്തെ ചിലവ് ഫുൾ അവളുടെ ഫ്രണ്ടിന് തന്നെ ആയിരുന്നു കേട്ടോ. ഹീറോ നേരെ കയറി ചെല്ലുന്ന സമയത്ത് അവൾ ഒരാളെ തട്ടിയിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അയാളുടെ കയ്യിൽ നിന്ന് സാധനമൊക്കെ തറയിൽ വീഴുന്നുണ്ടായിരുന്നു. അയാൾ ഇങ്ങനെ കുഞ്ഞെടുക്കുന്ന സമയത്ത് ഹീറോയിന് നടന്ന് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ നടന്ന് കുറച്ച് അപ്പുറത്തേക്ക് എത്തുമ്പോഴായിരുന്നു അയ്യോ ഇയാളെ ഞാൻ മുന്നേ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അതിശയത്തോടെ ഇവളിങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ അയാൾ അവിടെ നിന്ന് കാണാനില്ലായിരുന്നു. പക്ഷേ നമ്മുടെ ഹീറോയിന് നല്ല പരിചയമുള്ള ഒരാളുടെ മുഖം തന്നെയായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അയാളെ കണ്ട ആ സമയം തൊട്ടേ അവളുടെ മൈൻഡ് ഒട്ട് ശരിയല്ലായിരുന്നു. അവൾ എന്തോ പഴയ കാര്യങ്ങൾ എന്തൊക്കെയോ കുറേ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നേരം നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് എത്തുന്നുണ്ടായിരുന്നു. അവൾ ആ സമയത്തും ഭയങ്കര അപ്സെറ്റ് ആയിരുന്നു കേട്ടോ. ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്ന സമയം നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ വല്ലാണ്ടിരിക്കുന്നത് കണ്ടിട്ട് അവളോട് ചോദിക്കുന്നുണ്ട് കാര്യം എന്താന്ന്. അന്നേരം അവൾ ഇല്ലടി ഞാൻ വരുന്ന വഴിക്ക് ഒരാളെ കണ്ടുവെന്നും, പക്ഷേ ഞാൻ വിചാരിക്കുന്ന ആളാണോ അതെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല, പക്ഷേ കണ്ടത് മുതൽ എന്തോ മനസ്സൊക്കെ വല്ലാതെ ഇരിക്കുകയാണെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് കേട്ട് അവളുടെ ഫ്രണ്ടാണെങ്കിൽ നീ അതൊക്കെ വിട്ടേ നമുക്ക് ഡ്രിങ്ക് ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ നിനക്കറിയാലോ ഞാൻ ഇച്ചിരി ഒന്ന് കഴിച്ചാൽ പോലും എൻ്റെ ബോധം പോവും, അത് കാരണം ഇന്ന് എന്തായാലും വേണ്ടാന്ന് പറയുന്നുണ്ടായിരുന്നു. അവളുടെ കൂട്ടുകാരി ഉടനെ അതെന്തായാലും നീ വേണ്ടാന്ന് വെച്ചെങ്കിലും നിനക്ക് ഞാനൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിപ്പോൾ എന്തായാലും റിവീൽ ചെയ്യാനായിട്ടുള്ള സമയമായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് നോക്കാൻ പറയുമ്പോൾ അവിടെ നമ്മുടെ ഹീറോ നടന്നു വരുന്നതാണ് കാണിക്കുന്നത്. നമ്മുടെ ഹീറോയിൻ അവനെ കണ്ടിട്ട് ആകെ വായും പൊളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും പറയാൻ നമ്മുടെ ഹീറോയിൻ നേരത്തെ തട്ടിയില്ലേ അത് നമ്മുടെ ഹീറോയെ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇവർ തമ്മിൽ മുൻപരിചയമുണ്ടെന്നുള്ള കാര്യം. എന്തായാലും ഹീറോ നേരെ വന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്തേക്ക് തന്നെ വന്നിരിക്കുന്നുണ്ടായിരുന്നു. അവൾക്കത് വല്ലാതെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ ആരാണ് ഹീറോ അത് നമുക്കറിയണ്ടേ. ശരിക്കും പറഞ്ഞാൽ ഇവർ പണ്ട് മുതലേ സ്കൂളിൽ ഒന്നിച്ച് പഠിച്ചവരായിരുന്നു. ഒന്നിച്ച് പഠിച്ചവർ മാത്രമല്ല ബെസ്റ്റ് ഫ്രണ്ട്സും ഇവർ ലവേഴ്സും കൂടെ ആയിരുന്നു. അവരങ്ങനെ ഭയങ്കരമായിട്ട് പ്രേമിച്ച് നടക്കുന്ന സമയത്തായിരുന്നു പെട്ടെന്നൊരു ദിവസം നമ്മുടെ ഹീറോ വന്നിട്ട് അവനെങ്ങാണ്ടോ അബ്രോഡ് പഠിക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട് വേറൊരു പെൺകുട്ടിയായിട്ടെന്തോ റിലേഷൻഷിപ്പാണോ എന്താണെന്നൊന്നും വ്യക്തമല്ല, എന്തായാലും അവൻ അബ്രോഡ് പഠിക്കാനായിട്ട് പോകുന്നുണ്ടായിരുന്നു. നമ്മുടെ ഹീറോയിന് വേറെ ഒന്നും പറയാതെയാണ് പോയിരുന്നത്. അതോടുകൂടെ ഇവരുടെ റിലേഷൻ ബ്രേക്കപ്പ് ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇതുവരെയും അവർ
യാതൊരുവിധ കോണ്ടാക്റ്റും ഇല്ലായിരുന്നു. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ ഹീറോയെ കാണുന്നത് പോലും. അവനിങ്ങനെ അടുത്ത് വന്നിരുന്നത് കണ്ടപ്പം തന്നെ നമ്മുടെ ഹീറോയിൻ ആകെ വല്ലാതെ എന്തോ വിഷമമാണോ, അവനോട് സംസാരിക്കണോ വേണ്ടോ എന്നുള്ള വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. എന്തായാലും അവനോട് അവൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. വേറൊന്നുമല്ല, നീ എന്താ ഇനി ഇവിടെ തന്നെ നിൽക്കാനായിട്ടാണോ അതോ കുറച്ച് ദിവസത്തേക്ക് എന്നോട് ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, ഞാനൊരു അത്യാവശ്യത്തിന് വേണ്ടി വന്നതാണ്, അത് കഴിയുമ്പോൾ ഞാൻ തിരിച്ച് പോകുമെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ മറുപടി കൊടുക്കുന്ന സമയത്ത് ഹീറോ ഭയങ്കര ഹെഡ് വെയിറ്റ് ഇട്ടായിരുന്നു കേട്ടോ സംസാരിച്ചിരുന്നത്. ഹീറോയിനും അതൊക്കെ വല്ലാതെയായിരുന്നു. എന്നാലും അവൾ വലിയ കാര്യമാക്കിയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വെച്ചിട്ട് നമ്മുടെ ഹീറോയുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ ഹീറോയിനും അത് എടുക്കാനായിട്ട് വരുന്നുണ്ടായിരുന്നു. ഹീറോയുടെ ഫോണിലെ റിംഗ് ടോൺ തന്നെയായിരുന്നു നമ്മുടെ ഹീറോയിൻ്റെ ഫോണിലുണ്ടായിരുന്നത്. ആ സമയത്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ടായിരുന്നു. ഇവർ സ്കൂളിൽ ഒന്നിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ അവിടെ എന്തൊരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞിട്ട് ഹീറോയോട് വന്ന് പറയുന്നുണ്ടായിരുന്നു, നിൻ്റെ വോയിസും എൻ്റെ വോയിസും നല്ലതാണല്ലോ, അപ്പോൾ നമുക്ക് പ്ലീസ് എൻ്റെ കൂടെ ഒന്ന് നിൽക്കാവോ, നമുക്ക് 2 പേർക്കും കൂടെ ചേർന്നിട്ട് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാമെന്ന് പറയുമ്പോൾ അവൻ ആദ്യം ഒന്ന് വിസമ്മതിച്ചെങ്കിലും അവളിങ്ങനെ നിർബന്ധിക്കുന്നത് കണ്ട് അവൻ ഓക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ 2 പേരും ആ കോമ്പറ്റീഷനിലും മത്സരിച്ചിട്ട് വിൻ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ആ സമയം തന്നെ മത്സരിക്കുന്ന തൊട്ട് മുന്നേ നമ്മുടെ ഹീറോ അവളോട് ഒരു കാര്യം ചോദിച്ചിരുന്നു, നമ്മൾ വിൻ ചെയ്യുവാണെങ്കിൽ നീ എനിക്ക് എന്ത് ഗിഫ്റ്റ് തരുമെന്നുള്ളത്. ആ സമയം അവൾ അത് ഞാൻ ഇപ്പോൾ പറയില്ലെന്നും അതൊരു സ്പെഷ്യൽ ഗിഫ്റ്റാണെന്നും പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. സർപ്രൈസ് ആയിട്ടായിരുന്നു. എന്തായാലും ആ ഒരു കോമ്പറ്റീഷനിലൊക്കെ വിൻ ചെയ്തുകൊണ്ട് തന്നെ അവനോട് പറഞ്ഞിരുന്ന ആ ഗിഫ്റ്റുമായിട്ട് അവൾ വരുന്നുണ്ടായിരുന്നു. ആ ഗിഫ്റ്റ് വേറൊന്നുമല്ല, ഇവന് വേണ്ടിയിട്ട് അവൾ കമ്പോസ് ചെയ്തൊരു മ്യൂസിക്കായിരുന്നു. അത് അവന് കൊടുക്കുമ്പോൾ അവനത് അവൻ്റെ ഫോണിൻ്റെ റിംഗ് ടോണും ആക്കി ഇടുന്നുണ്ടായിരുന്നു. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ റിംഗ് ടോൺ അവൻ ഇതുവരെ മാറ്റിയിട്ടില്ലായിരുന്നു. ഇത് കണ്ടപാടെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ, നീ ഇതുവരെ ഇത് മാറ്റിയില്ലേ, എന്താ മാറ്റാതെന്ന് ചോദിക്കുമ്പോൾ അവനതിന് പ്രത്യേകിച്ച് മറുപടി ഒന്നും കൊടുക്കുന്നുണ്ടായിരുന്നില്ല. എന്തായാലും ഫോൺ വന്നതുകൊണ്ട് തന്നെ അതും എടുത്തുകൊണ്ട് അവനങ്ങ് പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. ഹീറോയിനാണെങ്കിൽ അത് വല്ലാണ്ടായിരുന്നു. ഇത്രയും നാൾക്ക് ശേഷം കണ്ടിട്ടും അവൻ എന്തിനാ ഇത്ര ജാടയിട്ടിരിക്കുന്നത്. അതെന്തെങ്കിലും ആക്കട്ടെ, ഞാൻ ഇനി അവിടേക്ക് പോകണ്ടിരുന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് നേരെ അവളുടെ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് പോയിട്ട് ഇവനെ കണ്ട വിഷമവും അവനോട് സംസാരിച്ചപ്പോൾ അവൻ പ്രത്യേകിച്ചൊന്നും പ്രതികരിക്കാത്തതിൻ്റെ വിഷമം എല്ലാം കൂടെ ചേർത്തിട്ട് അവൾ നന്നായിട്ട് മദ്യപിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവളും അവളുടെ ഫ്രണ്ടും കൂടെ അടിച്ച് സെറ്റായിട്ട് ആ ഹോട്ടലിൽ തന്നെ അവർക്കെന്തോ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഹീറോയിനും ഹീറോയിൻ്റെ ഫ്രണ്ടും എല്ലാവരും കൂടെ റൂമിലേക്ക് പോകുന്ന വഴിക്ക് ഒരു റൂം കാണുമ്പോൾ ഹീറോയിൻ്റെ ഫ്രണ്ടാണെങ്കിൽ, ഇത് തന്നെ ഇതിൻ്റെ റൂം, നീ അവിടേക്ക് കയറി പൊക്കോന്ന് പറഞ്ഞിട്ട് അവളൊരു റൂമിലേക്ക് കയറ്റി വിടുന്നുണ്ടായിരുന്നു. രണ്ടും ബോധമില്ലാതിരിക്കുകയാണല്ലോ. എന്തായാലും ഹീറോയിൻ നേരെ കയറി ചെല്ലുന്ന റൂമാണെങ്കിൽ നമ്മുടെ ഹീറോയുടെ റൂമായിരുന്നു കേട്ടോ. അവനാണെങ്കിൽ ബാത്റൂമിൽ നിന്ന് കുളിച്ച് ഫ്രഷായിട്ട് തിരിച്ചിറങ്ങി വരുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ നിലത്തിരിക്കുന്നതാണ് അവൻ കാണുന്നത്. നീ ഇതെങ്ങനെ ഇവിടെ എത്തിയത്, നിന്നെ ഇതാരെ ഇവിടെ കൊണ്ടുവന്നിട്ടെന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ടെങ്കിലും ഇവളിതിനൊന്നും മറുപടി കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അവനങ്ങനെ കാര്യം മനസ്സിലാകുന്നുണ്ട് ഇവൾക്ക് ബോധമില്ലാതിരിക്കുന്നുണ്ടെന്ന്. അവളിങ്ങനെ തറയിലിരിക്കുന്നത് കാരണം അവളെ അവൻ എടുത്ത് നേരെ സോഫയിലേക്ക് ഇരുത്തുന്നുണ്ടായിരുന്നു. പക്ഷേ അവളങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്തൊക്കെയോ കുറേ പിച്ചും പയ്യൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഹീറോയിൻ അവൻ പറയുന്നതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ചിരിച്ചു കഴിഞ്ഞിട്ട് പുറത്ത് ഇവളുടെ ഫ്രണ്ട്സ് എന്തെങ്കിലും ആരെങ്കിലും നിൽക്കുന്നുണ്ടോ നോക്കാനായിട്ട് ഡോർ തുറന്ന് നോക്കുമ്പോൾ പുറത്തൊരു ഈച്ച പോലും ഇല്ലായിരുന്നു. എന്തായാലും ഇനി ഞാൻ ഇവളെ എന്ത് ചെയ്യും, ഇവൾക്കാണെങ്കിൽ ബോധവും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് തിരികെ കയറി വരുന്ന സമയത്തായിരുന്നു പെട്ടെന്ന് വെച്ചിട്ട് നമ്മുടെ ഹീറോ കയറി ഹഗ് ചെയ്യുന്നത്. എന്നിട്ട് അവനോട്, നീ ഇനി എന്നെ ഒരിക്കലും എന്നെ വിട്ട് പോരുത് പ്ലീസ്, ഞാൻ ഇനി പോയത് കാരണം മുതൽ ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടെന്നും അത് കാരണം ഇനി നീ ഇപ്പോൾ വന്നില്ലേ ഒരിക്കലും നീ എന്നെ വിട്ടിട്ട് പോകരുതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഹീറോ ആണെങ്കിൽ, ശരി ഞാൻ നിന്നെ വിട്ട് പോവില്ല, നീ ഇപ്പോൾ തൽക്കാലം ഒന്ന് സമാധാനപ്പെടാന്ന് പറഞ്ഞിട്ട് അവളെ പിടിച്ച് മാറ്റിയിട്ട് പിന്നെയും സോഫയിലേക്ക് കൊണ്ട് കിടത്തുന്നുണ്ടായിരുന്നു. ആ കിടത്തുന്ന സമയത്ത് അവൾക്ക് പെട്ടെന്ന് എന്തോ ബോധം വരുന്നുണ്ടായിരുന്നു. അവൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഹീറോയാണ് കാണുന്നത്. പക്ഷേ അത് ഹീറോയാണെന്ന് അവൾക്ക് ആ സമയത്ത് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അവളാണെങ്കിൽ, അയ്യോ കള്ളൻ എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ട് നേരെ സോഫയിലേക്ക് കയറിയിട്ട് അവളിങ്ങനെ കൂറി വിളിക്കുന്നുണ്ടായിരുന്നു. ഹീറോ ആണെങ്കിൽ, നീ ഒന്ന് സമാധാനപ്പെട്ട്, നീ ഒന്ന് സൗണ്ട് താഴ്ത്തി പറയേ, ഞാനാ ഇത്, നിനക്ക് എന്നെ മനസ്സിലായില്ലേ, നീ ഒന്ന് മിണ്ടാതിരിക്കുക, ഇനി താഴേക്ക് ഇറങ്ങി വന്നേ, ഞാൻ നിന്നോട് കാര്യം പറയാന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവളിതൊന്നും കേൾക്കാൻ കൂട്ടാക്കാണ്ട് കള്ളൻ എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് കാറി കൂറി വിളിക്കുന്നുണ്ടായിരുന്നു. ഇതേ സമയം ഇവരുടെയൊക്കെ ഒരു ഫ്രണ്ട്സ് അടുത്തടുത്ത റൂമിലായിട്ടൊക്കെ താമസിക്കുന്നുണ്ടായിരുന്നു. ഇവരിത് കേട്ടിട്ട്, അയ്യോ അവൾക്ക് എന്തോ സംഭവിച്ചു, നമുക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ടായിരുന്നു. ഹീറോ ആണെങ്കിൽ ഒരുവിധം അവളെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നെങ്കിലും അവൾ കിടന്ന് പിന്നെ ബഹളം വെച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. ഹീറോ വളരെയധികം കഷ്ടപ്പെട്ടിട്ട് അവളെ പിടിച്ച് താഴേക്ക് നിർത്താനായിട്ട് കൈ വലിക്കുന്ന സമയം അവൾ പെട്ടെന്ന് നേരെ നിലത്തേക്ക് വീഴുന്നുണ്ടായിരുന്നു. കൂടെ നമ്മുടെ ഹീറോയും പോയി വീഴുന്നുണ്ടായിരുന്നു കേട്ടോ. അവരങ്ങനെ കിടക്കുന്ന പോസിലായിരുന്നു നമ്മുടെ ഹീറോയിൻ്റെ ഒക്കെ ഫ്രണ്ട്സ് അടുത്ത റൂമിലുണ്ടായിരുന്നില്ല. ഇവരെല്ലാവരും കൂടി ചേർന്ന് വന്ന് ഡോറ് തുറക്കുന്നത്. അങ്ങനെ അവരെല്ലാവരും നമ്മുടെ ഹീറോയിനും ഇങ്ങനെ കിടക്കുന്നത് കാണിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് കാണിക്കുന്നത്. പിറ്റേ ദിവസം നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ ഉറങ്ങി കിടക്കുന്ന സമയത്ത് അവൾക്കൊരു കോൾ വരുന്നുണ്ടായിരുന്നു. അവളുടെ മാനേജറായിരുന്നു വിളിച്ചിട്ട്, മാഡം ഓഫീസിലേക്ക് വരാൻ സമയമായില്ല ഇതുവരെ, നിനക്കറിയാലോ ഇന്ന് പുതിയ ബോസ് വരുന്നുള്ള കാര്യം, അതിന് ഞാനിന്നെന്താ നിന്നെ താലപ്പൊലി കൊണ്ടുവന്ന് ക്ഷണിക്കണോ, പെട്ടെന്ന് ഓഫീസിലേക്ക് വരാനായിട്ട് പറഞ്ഞിട്ട് അയാൾ കോൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹീറോയിനും പെട്ടെന്ന് ചാടി പിടിച്ച് എഴുന്നേറ്റിട്ടായിരുന്നു തലേ ദിവസം നടന്ന കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ചിന്തിച്ചിരുന്നത്. അപ്പോഴായിരുന്നു നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വന്നിരുന്ന് കണ്ടില്ലേ ഈ ബോസ്, അതിനെ പറ്റിയിട്ട് ഒന്നുകൂടെ കാണിക്കുന്നത്. എന്തായാലും അവർ ഈ കാര്യങ്ങളൊക്കെ കണ്ടെന്നുള്ളത് മനസ്സിലായപ്പോൾ നമ്മുടെ ഹീറോയിൻ പതുക്കെ എഴുന്നേറ്റ് വന്നിട്ട് ഇവരോടൊക്കെ സോറി ചോദിക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം കൂടെ ആലോചിച്ച് അവൾക്ക് നാണോ
അവൻ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നുള്ള ചിന്തയിലൊക്കെ ആകെ പ്രാന്തളകിയിരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും പെട്ടെന്ന് ഡ്രസ്സൊക്കെ എടുത്തിട്ട് അവൾ നേരെ ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങി വന്നിട്ട് അവളുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് വന്ന് നിൻ്റെ കാർ എനിക്ക് വേണമെന്നും എനിക്ക് പെട്ടെന്ന് ഓഫീസിലേക്ക് എത്തേണ്ട അത്യാവശ്യമുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അന്നേരം അവളാണെങ്കിൽ അയ്യോ എൻ്റെ കാറ് ഞാൻ അവന് കൊടുത്തല്ലോ. അതായത് നമ്മുടെ ഹീറോയ്ക്കാണ് കേട്ടോ. നീ ഒരു കാര്യം ചെയ്യും, ഹീറോയോട് കൂടെ ഒന്നിച്ച് നോക്കുമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. ഹീറോയിനാണെങ്കിൽ ഞാനിനി അവൻ്റെ മുഖത്ത് എങ്ങനെ നോക്കും. മാത്രമല്ല ഇന്നലെ നടന്ന ആ പ്രശ്നത്തിനെ പറ്റി ഞാനൊരു സോറി പോലും അവനോട് പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ വേറൊരു ഫ്രണ്ടിനെ വിളിക്കാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന സമയത്തായിരുന്നു കറക്റ്റ് അവിടെ നമ്മുടെ ഹീറോയിൻ കാറുമായിട്ട് വന്നിരുന്നത്. എന്തായാലും അതിലേക്ക് നമ്മുടെ ഹീറോയിൻ കയറുന്നുണ്ടായിരുന്നു. അവളിനെ ഫേസ് ചെയ്യാനുള്ള മടിയുണ്ടായിരുന്നു. മാത്രമല്ല എത്രയൊക്കെ വന്നാലും എക്സ് ലവറല്ലേ, അതുകൊണ്ട് തന്നെ അവൾക്കൊരു മൊത്തത്തിലൊരു വല്ലായ്മയായിരുന്നു. എന്തായാലും കാറിലേക്ക് കയറിയിരുന്നിട്ട് അവൾ ഭയങ്കരമായിട്ട് ചുമക്കുന്നുണ്ടായിരുന്നു. അന്നേരം നമ്മുടെ ഹീറോ ആണെങ്കിൽ അവൾക്കൊരു ടിഷ്യൂ പേപ്പർ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇവളിത് മേടിച്ചിട്ട് അവനോട് സോറി പറയുന്നുണ്ടായിരുന്നു. ഇത് കേട്ട് അവനാണെങ്കിൽ നീ ഇപ്പം എന്തിനാ എനിക്ക് സോറി പറയുന്നത്, താങ്ക്സ് അല്ലേ പറയണ്ടെന്ന് ചോദിക്കുമ്പോൾ അല്ല ഇന്നലെ ഞാൻ കാരണം നിനക്ക് അത്രയും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാൻ വേണ്ടി വന്നില്ലേ, അതുകൊണ്ട് ഞാനിപ്പോൾ സോറി പറഞ്ഞെന്ന് പറയുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ അതിൻ്റെ പ്രത്യേകിച്ച് മറുപടി ഒന്നും കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെയും അവൾ അവനോട് നീ ഇതുവരെ ഈ റിംഗ് ടോൺ എന്തിനാ ഇങ്ങനെ മാറ്റാതെ വെച്ചിരിക്കുന്നത് ചോദിക്കുമ്പോൾ അതിനും അവൻ മറുപടി കൊടുക്കുന്നുണ്ടായിരുന്നില്ല. ഇതൊക്കെ അവൾക്കാണെങ്കിൽ ആകെ ഭ്രാന്തായിരുന്നു. ഇവ എന്തിനാ എങ്ങനെ ഇരിക്കുന്നത്, എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ എന്നോടത് പറഞ്ഞാൽ പോരെ, ഞാൻ നാണം കിട്ടി പിന്നെയും പുറകെ നിന്ന് പോകുന്നത് പറഞ്ഞിട്ട് എന്തായാലും നേരെ ഓഫീസിലേക്ക് എത്തുന്നുണ്ടായിരുന്നു. ഹീറോയിൻ വന്നിട്ട് നേരെ ഓഫീസിലേക്ക് പോയിട്ട് അവളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആ ഓഫീസിലുണ്ടായിരുന്നു. അവനെന്ന് പറഞ്ഞാൽ ഇവളുടെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട് തന്നെയായിരുന്നു. സ്കൂളിലും കോളേജിലും ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് എല്ലാവരും ഒന്നിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയിൻ്റെ ഏറ്റവും ഇഷ്ടക്കാരി ആ ചെക്കനും അറിയാമായിരുന്നു കേട്ടോ. അവൻ വന്നിട്ട് നീ ഒരു കാര്യം അറിഞ്ഞോ, നമുക്കൊന്നൊരു പുതിയ ഡ്രാമ കിട്ടിയിട്ടുണ്ട്, അതാണ് നമ്മളിന്ന് ഡബ് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവളോട് ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു. അവളും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ ആണോ നമുക്കിന്ന് പുതിയ ഡ്രാമ കിട്ടി, നമുക്ക് എന്തായാലും ഇന്ന് പൊളിക്കണം എന്നൊക്കെ പറഞ്ഞു നിന്നിട്ട് അവൾ ആ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്നത് ദൂരെ നിന്നിട്ട് നമ്മുടെ ഹീറോ ഇത് കാണുന്നുണ്ടായിരുന്നു കേട്ടോ. ഹീറോയ്ക്കാണെങ്കിൽ അത് വലുതായിട്ട് അങ്ങോട്ട് രസിച്ചില്ല എന്ന് തോന്നുന്നു. എന്തായാലും അവൻ ഭയങ്കര ദേഷ്യത്തിൽ അവിടെ നടന്ന് പോകുന്നുണ്ടായിരുന്നു. അവൻ എന്തിനാണ് നമ്മുടെ ഹീറോയുടെ ഓഫീസിൽ വന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയണ്ടേ. അത് കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മൾ പുതിയ ബോസിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് എല്ലാ സ്റ്റാഫും ഇങ്ങനെ റെഡിയായി ഇരിക്കുന്നുണ്ടായിരുന്നു. പോരാഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനും ഹീറോയിൻ്റെ ഫ്രണ്ടും ഇല്ലേ, അവർ രണ്ടുപേരും ആണെങ്കിൽ ഭയങ്കരമായിട്ട് ബഹളം വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഈ കുഞ്ഞു പിള്ളേർ ക്ലാസ്സിലിരുന്ന് ബഹളം വെക്കുന്ന പോലെ. ഇത് കേട്ടുകൊണ്ടെന്ന മാനേജറാണെങ്കിൽ നിങ്ങൾ രാവിലെ തന്നെ ഇങ്ങനെ ബഹളം വെക്കാതെ ഒന്ന് നിർത്തുമോ, മാത്രമല്ല ഇന്ന് പുതിയ ബോസ് വരുന്ന ദിവസമാണ്, അയാൾ ഇതെങ്ങാനും കാണുവാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഇനി വേറെ വേറെ ടീമിലാക്കും, അത് കാരണം ഒന്ന് മിണ്ടാതിരിക്കാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഹീറോയിനുടനെ എഴുന്നേറ്റിട്ട് നീ എന്താ ഞങ്ങളെക്കുറിച്ച് വിചാരിച്ചത്, ഞങ്ങൾ ഒരിക്കലും ആർക്കും പിരിക്കാനായിട്ട് പറ്റത്തില്ല, അതിന് ബോസ് ആയിരുന്നാലും ആരായിരുന്നിരുന്നാലും ഞങ്ങൾ ഇതുവരെ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയായിരിക്കും ഇനി അങ്ങോട്ടെന്നും പറഞ്ഞിരിക്കുന്ന സമയത്തായിരുന്നു ഈ മാനേജറുടനെ അയ്യോ മിണ്ടാതിരിക്കും ഇതേ ബോസ് വരുന്നത് പറയുന്നത്. എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കിയിരിക്കുന്ന സമയത്തായിരുന്നു നമ്മുടെ ഹീറോയിനും നടന്നു വരുന്നത്. ഇത് കാണുന്ന ഹീറോയിനും ഹീറോയിൻ്റെ ഫ്രണ്ടിനും ആകെ ഷോക്കായിട്ട് കണ്ണും തള്ളി ഇരിക്കുന്നുണ്ടായിരുന്നു. ഹീറോ നേരെ നടന്നു വന്നിട്ട് ഞാനാണ് ഇനി നിങ്ങളെ പുതിയ ബോസ്, അത് കാരണം ഞാൻ കുറച്ച് മാറ്റങ്ങളൊക്കെ ഇവിടെ വരുത്താനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റായിട്ട് ഞാൻ വിചാരിക്കുന്നത് പറയുന്നത് ഇപ്പോൾ നിങ്ങളെല്ലാവരും ഒരുമിച്ചല്ലേ വർക്ക് ചെയ്യുന്നത്, അതിന് ഞാൻ ഒരു ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് ടീം വർക്കായിട്ട് ഞാൻ മാറ്റാൻ പോവുകയാണ്. അത് കാരണം തന്നെ ഞാനിപ്പോൾ 2 ടീമായിട്ട് കുറച്ച് പേരെ തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ ഒരു ടീമിലും ഹീറോയിൻ്റെ ഫ്രണ്ടിനെ വേറൊരു ടീമിലും ഇടുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന ഹീറോയിൻ്റെ ഫ്രണ്ടിനാണെങ്കിൽ ആകെ ദേഷ്യം വന്നിട്ട് നിങ്ങൾ എന്താ ഈ പറയുന്നത്, ഞങ്ങൾ രണ്ടുപേരും ഒരു ടീമിലല്ലേ ഇതുവരെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, മാത്രമല്ല ഞങ്ങൾക്ക് കിട്ടുന്ന പ്രോജക്റ്റ് എല്ലാം ഞങ്ങൾ ഒന്നിച്ചാണ് ഡബ് ചെയ്യുന്നതും, അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേറെ വേറെ ടീമിലിട്ടാൽ ഞങ്ങൾക്ക് എങ്ങനെയാണ് പിന്നെ നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതെന്ന് ചോദിക്കുമ്പോൾ അവനാണെങ്കിൽ ഞാനാണ് ഇനി മുതൽ ഇവിടുത്തെ ബോസ്, അത് കാരണം ഞാൻ പറയുന്നത് കേട്ട് ഇവിടെ നിൽക്കാൻ പറ്റുമെങ്കിൽ മാത്രം നീ ഇവിടെ നിന്നാൽ മതി, ഇല്ലെങ്കിൽ നിനക്ക് ജോബ് റിസൈൻ ചെയ്ത് പോകാമെന്ന് പറയുമ്പോൾ അവനാണെങ്കിൽ പിന്നെയും നമ്മുടെ ഹീറോയോട് തട്ടിക്കയറുന്നുണ്ടായിരുന്നു. ഇത് കാണുന്ന ആ മാനേജറാണെങ്കിൽ കണ്ണ് ആക്ഷൻ കാണിച്ചിട്ട് ഒന്ന് മിണ്ടാതിരിക്കും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും അവൻ്റെ വാക്പോരൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഹീറോയിനാണെങ്കിൽ തനിച്ച് നമ്മുടെ ഹീറോയുടെ അടുത്തേക്ക് പോയിട്ട് നിനക്ക് എന്താ വേണ്ടത്, ഇവിടെ വന്ന് കയറിയത് മുതൽ നീ എനിക്കിട്ട് എന്തിനാ ഇങ്ങനെ പാര വെച്ചുകൊണ്ടിരിക്കുന്നത്, നിനക്ക് എന്തെങ്കിലും എന്നോട് പേഴ്സണൽ ഇഷ്യൂസ് വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തീർക്കണം, അല്ലാതെ എന്നെ അതിങ്ങനെ ജോലി സ്ഥലത്ത് വെച്ച് ഇത്രയെന്നെ മനപ്രയാസപ്പെടുത്തരുതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഭയങ്കരമായിട്ട് കടന്ന് അലയ്ക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഹീറോ പിന്നെ അവളോട് ഞാൻ അവനോട് എന്താണ് പറഞ്ഞത് അത് തന്നെയാണ് നിന്നോടും പറയുന്നത്, ഞാനാണ് ഇവിടുത്തെ ബോസ്, നിങ്ങൾക്ക് ആർക്കും ഇവിടെ വർക്ക് ചെയ്യാനായിട്ട് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് പോകാമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഹീറോയിനാണെങ്കിൽ പോകാൻ തന്നെ ഞാൻ നിൽക്കുന്നത്, അല്ലാതെ നിൻ്റെ കൂടെ ജോലി ചെയ്യാൻ എനിക്കൊരു താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങി പോകാൻ നിൽക്കുന്ന സമയത്ത് ഹീറോ പെട്ടെന്ന് പോകുന്നതിന് മുന്നേ ആ 1 ലക്ഷം രൂപ ഇവിടെ വെച്ചിട്ട് പോകാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഹീറോയിനാണെങ്കിൽ 1 ലക്ഷം രൂപയോ, നീ ഇത് ഏത് കണക്കായി പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ല നീ ഇവിടെ ജോയിൻ ചെയ്ത സമയത്ത് 5 വർഷം ഇവിടെ ജോലി ചെയ്യുമെന്ന് പറഞ്ഞിട്ടല്ലേ നീ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തത്, എന്നിട്ടിപ്പോൾ പകുതി വഴിക്ക് വെച്ചിട്ട് ഇട്ടിട്ട് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കാശ് നീ തന്നിട്ട് പോകാൻ പറയുന്നുണ്ടായിരുന്നു. ഹീറോയിനാണെങ്കിൽ 10 രൂപ പോലും ഇല്ലാതെ ഇരിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ ഇപ്പം എന്തായാലും കാശില്ല എന്ന് പറയുമ്പോൾ അവനാണെങ്കിൽ വേറൊരു ഓപ്ഷൻ കൂടെ അവൻ്റെ മുന്നിൽ വെക്കുന്നുണ്ടായിരുന്നു. വേറൊന്നുമല്ല, ഞാൻ എന്നാൽ ഒരു കാര്യം കൂടെ നിന്നോട് പറയാം, ഇതൊരു ഗോൾഡൻ ഓഫറാണ് ഞാൻ നിനക്ക് തരുന്നത്, വേറൊന്നുമല്ല, നിനക്കൊരു യൂട്യൂബ് ചാനലില്ലേ, അതിൽ നീയൊരു 1M
സബ്സ്ക്രൈബേഴ്സ് ആക്കുവാണെങ്കിൽ നിനക്ക് ഞാൻ സ്വന്തമായിട്ടൊരു സ്റ്റുഡിയോ ഇട്ട് തരാം. നിനക്ക് അവിടെ വെച്ച് നീ ഡബ്ബിംഗ് ഒക്കെ ചെയ്യാലോ. ഇത് നീ ചെയ്യുവാണെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ വാക്കും പാലിക്കുന്നതായിരിക്കും എന്ന് പറയുന്നുണ്ടായിരുന്നു. ഹീറോയിനാണെങ്കിൽ അതൊക്കെ എനിക്ക് ഈസി അല്ലേ എന്ന് പറയുമ്പോൾ നിനക്ക് ഈസി ആയിരിക്കാം, പക്ഷേ ഞാൻ നിനക്ക് തരുന്ന സമയം എന്ന് പറയുന്നത് വെറും 1 മാസമാണ്. ഈ 1 മാസത്തിനുള്ളിൽ നീ നിൻ്റെ യൂട്യൂബ് ചാനൽ വളർത്തി വലുതാക്കി 1 മില്യൺ സബ്സ്ക്രൈബേഴ്സിൽ കൊണ്ടെത്തിക്കണം. എങ്കിൽ മാത്രമേ നിനക്ക് സ്വന്തമായിട്ട് ഞാനൊരു സ്റ്റുഡിയോ ഇട്ട് തരത്തുള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു. അവളും നീ എന്താ എന്നെക്കുറിച്ച് വിചാരിച്ചത്, ഇതൊക്കെ എനിക്ക് നിസ്സാര കാര്യങ്ങളാണെന്ന് പറഞ്ഞിട്ട് നേരെ പോയിരുന്ന് യൂട്യൂബ് ചാനലും തുറന്നു വെച്ചിട്ട് അവളുടെ പ്രയാണം തുടങ്ങുന്നുണ്ടായിരുന്നു. എന്തായാലും ഇത് കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ടും ആ മാനേജറും എന്ത് ഹാർഡ് വർക്കാണ് അവൾ ചെയ്യുന്നത്, ഇതിലെന്തായാലും അവൾ സക്സസ്ഫുൾ ആവുമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഓഫീസിൽ സമയമൊക്കെ കഴിയാറായിട്ട് അവരവിടെ നിന്ന് പോകാനായിട്ട് ഇറങ്ങുന്നുണ്ടായിരുന്നു. ഹീറോയിൻ ഇവിടെ എന്താ ചെയ്യുന്നതെന്നല്ലേ, ഹീറോയിൻ 4 മണിക്കൂർ നീളുന്ന ഒരു ലൈവ് പോകുന്നുണ്ടായിരുന്നു. ആ ലൈവിലാണെങ്കിൽ ഒരു ഗെയിമിംഗ് സംഭവത്തിൽ എന്തോ എടുത്തിട്ട് അവൾ അതിനിങ്ങനെ ഡബ് ചെയ്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇവളുടെ വോയിസ് എല്ലാം നല്ല ബെറ്റർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറേ പേര് അത് കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ കുത്തിയിരുന്ന് 4 മണിക്കൂർ അവൾ വളവളവളവളാന്ന് സംസാരിച്ചിരിക്കുന്നുണ്ടായിരുന്നു ആ ഗെയിമിങ്ങിനെ പറ്റിയിട്ട്. ഇനിയും ഇരുന്ന് കഴിഞ്ഞാൽ അവളുടെ വായിലെ വെള്ളം പറ്റിയിട്ട് അവളെ ഹോസ്പിറ്റലിൽ എടുത്തുകൊണ്ട് പോകുന്നുള്ള കണ്ടീഷൻ എത്തിയപ്പോഴത്തേക്കും അവൾ ആ ലൈവ് അവസാനിപ്പിച്ചിട്ട് നാളെ വീണ്ടും വരുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് തീർക്കുന്നുണ്ടായിരുന്നു. ശേഷം ഓടി വന്നിട്ട് എന്തായാലും എനിക്ക് ഉറപ്പാണ് ഇതിൽ കുറഞ്ഞതൊരു 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സിനെങ്കിലും എനിക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ട് കയറി നോക്കുന്ന സമയത്ത് വെറും 60 സബ്സ്ക്രൈബേഴ്സായിരുന്നു അവൾക്ക് കിട്ടിയിരുന്നത്. അവളാണെങ്കിൽ ആകെ വിഷമിച്ചിട്ട് 4 മണിക്കൂർ ഞാൻ കുത്തിയിരുന്ന് ഈ ലൈവ് പോയിട്ടും എനിക്ക് ഇത്രയാണ് കിട്ടിയത്, ഞാനിനി എന്ത് ചെയ്യും, അവൻ തന്ന 1 മാസത്തിനുള്ളിൽ ഞാൻ 1 മില്യനൊക്കെ ഞാൻ എങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന സമയത്തായിരുന്നു അവൾക്ക് ഒരാൾ മെസ്സേജ് ചെയ്തിരുന്നത്. ഇവളിങ്ങനെ യൂട്യൂബ് ചാനലിൽ അത്യാവശ്യമൊക്കെ വീഡിയോസൊക്കെ എപ്പോഴും ഇടുന്നത് കൊണ്ട് തന്നെ ഇവർ ഓൺലൈൻ വഴി ഇവൾക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഇതുവരെ അവനെ നമ്മുടെ ഹീറോയിൻ മീറ്റ് ചെയ്തിട്ടില്ലെങ്കിലും അവർ തമ്മിൽ മെസ്സേജ് അയച്ച് ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു കേട്ടോ. അവൻ വന്നിട്ട് നീ ഇതിനെ ലൈവ് പെട്ടെന്ന് അവസാനിപ്പിച്ചെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയല്ലടാ, കുറേ സമയം കൊണ്ട് ഇരിക്കുക, പെട്ടെന്ന് വെച്ചിട്ട് സബ്സ്ക്രൈബേഴ്സ് എത്രയായെന്ന് നോക്കാനുള്ളൊരു ആക്രാന്തത്തിൽ പെട്ടെന്ന് നിർത്തിയതാണ്. പക്ഷെ നോക്കിയപ്പോൾ ഭയങ്കര കുറവാണ്, ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ട് ഒരർത്ഥം ഉണ്ടെന്ന് തോന്നില്ല എന്ന് പറയുമ്പോൾ അവനാണെങ്കിൽ നീ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട, എനിക്ക് അത്യാവശ്യം നല്ല സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലാണ്, അത് കാരണം നിൻ്റെ ചാനൽ ഞാൻ അങ്ങനെ പ്രൊമോട്ട് ചെയ്യാമെന്ന് പറയുമ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അവനെ മെസ്സേജ് ചെയ്തിരുന്ന സമയം പോകുന്ന അവൾ അറിയുന്നുണ്ടായിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫൊക്കെ എല്ലാവരും പുറത്ത് വീട്ടിലേക്കൊക്കെ പോയിരുന്നു. എന്തായാലും അവളും നേരം വൈകിയത് കാരണം പോകാമെന്ന് പറഞ്ഞ് എഴുന്നേൽക്കുന്ന സമയത്തായിരുന്നു പെട്ടെന്ന് വെച്ച് അവിടെ കറണ്ട് പോകുന്ന സമയം അവിടേക്ക് നമ്മുടെ ഹീറോയും വരുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഹീറോ വരുന്ന കാര്യം ഇവൾ കണ്ടിരുന്നില്ല, കാൽപ്പാടിൻ്റെ സൗണ്ട് മാത്രമേ അവൾ കേൾക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഇവളാണെങ്കിൽ അവിടെ ഇരുന്ന് ഇതാരേ വരുന്നത്, നിങ്ങൾ എന്തെങ്കിലും സൗണ്ട് ഉണ്ടാക്കുന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഹീറോ ഇതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും ഒന്നും മിണ്ടാതെ പതുക്കെ നടന്നു വരുന്നുണ്ടായിരുന്നു. ഹീറോയിനാണെങ്കിൽ ഇരുട്ടത്തിൽ അവൻ്റെ മുഖവും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്തായാലും അവളും ഈ ഒച്ച കേൾക്കുന്ന സ്ഥലത്തേക്ക് തന്നെ നടക്കുന്നുണ്ടായിരുന്നു. നടന്ന് ഏകദേശം ഒരു ആൾരൂപം അവൾ കണ്ടപ്പോഴത്തേക്ക് കള്ളനാണെന്ന് വെച്ചിട്ട് നമ്മുടെ ഹീറോയുടെ മൂക്കിൽ നോക്കി. ആ ഇരുട്ടത്ത് എന്തായാലും അത് മൂക്കാണോ വായാണോ എന്നൊക്കെ അറിയുന്നുണ്ടായിരുന്നില്ല. എന്തായാലും അവളൊരു ഇടിയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കിട്ടുന്നത് ഹീറോയുടെ കറക്റ്റായിട്ട് മൂക്കിനും തന്നെയായിരുന്നു കേട്ടോ. അതോടുകൂടെ ഈ എപ്പിസോഡ് കഴിയുവാണ്. അടുത്ത എപ്പിസോഡ് ഞാൻ വേഗം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡ്രാമ ഇഷ്ടമായോ ഇല്ലെന്നുള്ള എനിക്കറിയില്ല. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം കേട്ടോ, എങ്കിൽ മാത്രമേ ഞാനിത് കണ്ടിന്യൂ ചെയ്യത്തുള്ളൂ. മാത്രമല്ല നിങ്ങൾ വീഡിയോസൊക്കെ കാണുന്നതിന് മുന്നേ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യുക, എങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോസ് എല്ലാം യൂട്യൂബ് റെക്കമെൻഡേഷനിലേക്ക് പോകത്തുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് കാണുന്നതായിരിക്കും. ടാറ്റാ.